എ.എ.പിയുടെ നടുവൊടിച്ച് മന്ത്രിയടക്കം മൂന്നാമനും കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. പ്രമുഖ ദളിത് നേതാവിന്റെ പാർട്ടിയിലേക്കുള്ള വരവ് കൊണ്ട് മുത്തശ്ശി പാർട്ടിയായ കോൺഗ്രസിന് വീണ്ടും രാജ്യ തലസ്ഥാന നഗരിയിൽ വേരുറപ്പിക്കാനാവും എന്നതിന്റെ സൂചന കൂടിയാണിത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകയായിരുന്നു ഡൽഹി. കഴിഞ്ഞ 10 വർഷമായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ അതില്ല. അവിടേക്കാണ് ഡൽഹി മുൻ മന്ത്രി രാജേന്ദ്ര പാൽ ഗൗതം കോൺഗ്രസിൽ ചേരുന്നത്. ഹരിയാന സഖ്യകക്ഷിക്കായിട്ടുള്ള കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് എ.എ.പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ മന്ത്രി കോൺഗ്രസിന്റെ വഴിയെ വരുന്നത്. അതുമാത്രവുമല്ല, 2025 ഡൽഹിയും തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ എ.എ.പി താഴേക്ക് ഇങ്ങനെ പതിച്ചു പോകുന്ന കാഴ്ചയാണ് മൂന്നാമനും കോൺഗ്രസിൽ ചേർന്നതിലൂടെ നടപ്പിലാകുന്നത്. ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നില്ലായിരുന്നു എങ്കിൽ ഈ പാർട്ടി കട്ടപ്പുറത്താകുമായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, അടുത്ത വർഷം ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഷ്ടപ്പെട്ട വോട്ടർ അടിത്തറ വീണ്ടെടുക്കാൻ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി നോക്കുമ്പോൾ ഗൗതമിന്റെ മാറ്റം ഡൽഹിയിൽ കോൺഗ്രസിന് കാര്യമായ നേട്ടം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, MLA കർദാർ സിംഗ് തൻവാറും മുൻ മന്ത്രി രാജ്കുമാർ ആനന്ദും പുറത്തായതിനു ശേഷം അടുത്ത കാലത്ത് പാർട്ടിയിൽ നിന്നുള്ള മൂന്നാമത്തെ ഉയർന്ന നേതാവാണ് ഗൗതം. അതുകൊണ്ട് തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലും അടുത്ത വർഷം വരാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ വമ്പൻ കൂറുമാറ്റങ്ങൾ എ.എ.പിയെ ദുർബലമാക്കുമെന്ന് തീർച്ചയാണ്. എന്നാൽ മറുവശത്ത് ഇവിടെ നേട്ടം കൊയ്തതോ കോൺഗ്രസ് ആണ്. ഒരു പ്രമുഖ ദളിത് നേതാവിന് ലഭിച്ചിട്ടുണ്ട്. അത് സമുദായത്തിന്റെ പിന്തുണ കോൺഗ്രസിൽ വർദ്ധിപ്പിക്കും. തൊഴിൽപരമായി അഭിഭാഷകനായ രാജേന്ദ്ര പാൽ ഗൗതം 2014 ആണ് എ.എ.പിയിൽ ചേരുന്നത്. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീമാപുരി മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഗൗതമിന്റെ രാഷ്ട്രീയ ജീവിതം ദളിത് അവകാശങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ അടയാളപ്പെടുത്തിയിരുന്നു. സാമൂഹിക ക്ഷേമം, SC/ST, ജലം, സഹകരണ വകുപ്പുകൾ എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകൾ വഹിച്ച അദ്ദേഹം എ.എ.പി സർക്കാരിലെ ഒരു പ്രധാന വ്യക്തി തന്നെയായിരുന്നു. എന്നാൽ 2022 ഒക്ടോബറിൽ 10,000-ഓളം ആളുകൾ ബുദ്ധമതം സ്വീകരിച്ച ഒരു കൂട്ട മതപരിവർത്തന പരിപാടിയിൽ പങ്കെടുത്തതിന് വിമർശനം നേരിട്ടതിനെ തുടർന്ന് ഗൗതം ഡൽഹി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം അങ്ങ് രാജിവെച്ചു. ഹിന്ദു ദേവതകളെയും അപമാനിച്ചു എന്നാരോപിച്ച് BJP മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വരെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനൊന്നും കാത്തുനിന്നില്ല. തൊട്ടു പിന്നാലെ ഗൗതം മാപ്പ് പറയുകയും രാജിക്കത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. എന്നാൽ ഇവിടെ എ.എ.പി സർക്കാർ ദളിത് വിരുദ്ധമാണെന്ന് ആരോപിച്ച ഡൽഹി കോൺഗ്രസ് ഗൗതമിനെ പിന്തുണക്കുന്ന നിലപാടും സ്വീകരിച്ചു. ഗൗതമിന്റെ രാജി ആവശ്യപ്പെട്ടതിന് ഭരണകക്ഷിയെ വിമർശിക്കുകയും ചെയ്തു. അതിനെല്ലാം ശേഷം കോൺഗ്രസിന് കൈ കൊടുക്കുമ്പോൾ KC വേണുഗോപാലൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് അത് സ്വീകരിക്കുമ്പോൾ ഡൽഹിയിൽ നേട്ടം കോൺഗ്രസിന് തന്നെ. संविधान रक्षक की मुहिम में आपको शामिल किया।